ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മായം ചേർക്കുന്ന ഈ കാലത്ത് നല്ല പ്രൊഡക്ട്സ് കിട്ടുക എന്നുള്ളത് വളരെ വിഷമമേറിയ കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളായാലും ഉള്ളിലോട്ട് കഴിക്കുന്ന സാധനങ്ങളായാലും അതൊക്കെ നമ്മൾ ഹോം മേക്കേഴ്സിൻ്റെ അടുത്തുനിന്ന് വാങ്ങുന്നതാവും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വലിയ ബ്രാൻഡ്സിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ അവർ എത്രത്തോളം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അതിൽ ചേർക്കുന്നുണ്ടാവും, അത് അത്രത്തോളം അവർക്ക് ബെനിഫിറ്റ് ആണ്. പിന്നെ ഇത്രയും ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അത്രയും അവർക്ക് ലഭ്യത ഉണ്ടോ, അതൊക്കെ വളരെ സംശയാസ്പദമാണ്. മേ ബി അവരൊരു മെഷീൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ആവും ഉണ്ടാക്കുക. പക്ഷെ അത് എത്രത്തോളം നാച്ചുറൽ ആണ്, ഓർഗാനിക് ആണ്, സേഫ് ആണ് എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ബത്തൂൽ ഓർഗാനിക്സിന്റെ കാജലാണ് കേട്ടോ. ഹെർബൽ കാജൽ എന്ന് പറയാം. നമ്മൾ കൃഷ്ണ തുളസി, പൂവാങ്കുരുന്നല, അതുപോലെ ഇത് വരുന്നത് നമ്മുടെ പനിക്കൂർക്കയാണ് കേട്ടോ. അതുപോലെ ഇത് കാട്ടുതെച്ചിയാണ്. ഇതൊക്കെ നമ്മൾ ഡ്രൈ ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നതാണ് അവൈലബിൾ ആവുന്ന ടൈമിൽ. ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമ്മളിവിടെ ചെയ്തു വെക്കുന്നില്ല. ഉണ്ടാക്കുമ്പോൾ കുറച്ച് പീസ് ഉണ്ടാക്കും, അത് അങ്ങനെ സോൾഡ് ഔട്ട് ആയി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. നമ്മൾ വാട്സാപ്പ് നമ്പറും കൂടി കൊടുക്കുന്നുണ്ട്. ഹാൻഡ് മെയ്ഡ് ആണ്, സേഫാണ്. ഒരു ശതമാനം പോലും നമ്മളിതിൽ ചേർക്കുന്നില്ല. തീർത്തും പരമ്പരാഗതമായ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇത് വെച്ചിട്ട് തുണി ഉടക്കിയെടുത്ത് തിരി വെച്ചിട്ടാണ്, മരുന്നുകളൊക്കെ ഇടിച്ച് ചാറാക്കിയിട്ട് അതിൻ്റെ തിരി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഇപ്പോൾ അത് സ്റ്റിക്കിലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റിക്കാകുമ്പോൾ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി യൂസ്ഫുള്ളാണ്. മക്കൾക്ക് പിരികത്തിൽ എഴുതി കൊടുക്കാനാണെങ്കിൽ കണ്ണിൽ എഴുതി കൊടുക്കാനൊക്കെ സ്യൂട്ടാട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഓർഡർ ചെയ്തോളാം. താങ്ക് യു. ബൈ ബൈ.